കർക്കിടക മാസത്തിൽ മുരിങ്ങയില കഴിച്ചിട്ടുണ്ടെങ്കിൽ വിഷമാണ് എന്ന് പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ? എന്നാൽ ഇത് കേവലം ഒരു അന്ധവിശ്വാസമാണോ, അതോ ഇതിന് പിന്നിൽ വല്ല ശാസ്ത്രമുണ്ടോ? നമുക്ക് നോക്കാം. കർക്കിടകത്തിൽ നമ്മുടെ ദഹനശേഷി വളരെ കുറവായിരിക്കും. മുരിങ്ങയിലയിൽ നാരുകൾ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കടുത്ത വയറുവേദന, ഗ്യാസ്, വയറിളക്കം എന്നിവയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഡൈജഷൻ ഇഷ്യൂ ഈ സമയത്ത് നമ്മൾ മുരിങ്ങയില കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. പിന്നെയുള്ളൊരു കാര്യം, കനത്ത മഴയിൽ മണ്ണിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ മുരിങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ സ്വയം വലിച്ചെടുക്കാൻ സാധിക്കത്തില്ല. ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ആ ചെടി സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന ടാനിൻ, ആൽക്കലോയിഡ്സ് എന്നിവ ഇലകളിൽ കൂടുന്നു. ഇതാണ് ഇലകൾക്കൊരു ചവർപ്പ് അല്ലെങ്കിൽ ഒരു കയ്പ് അല്ലെങ്കിൽ കട്ട് എന്നൊക്കെ പറയില്ലേ, ആ ഒരു രുചി വരുന്നതിന് കാരണം. അപ്പോൾ മഴക്കാലത്ത് ഇത് അമിതമായിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അയൺ പോലെയുള്ള മിനറലുകളൊക്കെ ആഗിരണം ചെയ്യുന്നത് തടസ്സപ്പെടും എന്നാണ് പൊതുവെ പഠനങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർക്കിടക മാസത്തിൽ മുരിങ്ങയില കഴിച്ചാൽ ഉടനെ മരിച്ചു പോകും എന്ന തരത്തിലുള്ള വിഷമൊന്നും ഇതിനകത്തില്ല കേട്ടോ. പക്ഷെ ഈ സീസണിൽ നമ്മളിത് കഴിക്കുന്നത് കടുത്ത ദഹനക്കേടിനും വയറിളക്കത്തിനും ഒക്കെ കാരണമായേക്കാം എന്നതുകൊണ്ടായിരിക്കും നമ്മുടെ പൂർവികർ ഇതിനെ വിഷം എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടാവുക. അപ്പോൾ കർക്കിടകത്തിൽ മുരിങ്ങയിലയ്ക്ക് പകരം നമുക്ക് ദഹിക്കാൻ എളുപ്പമുള്ള തഴുതാമ, തകര, ചീര തുടങ്ങിയ പത്തിലക്കറികളൊക്കെ കഴിക്കുന്നതാണ് നമുക്ക് ആരോഗ്യത്തിന് നല്ലത്. പത്തിലക്കറികൾ തയ്യാറാക്കാൻ പറ്റിയ ഇലകൾ ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ.